ജോണിനോട് എന്തു ചോദിക്കുമെന്നറിയാതെ കണ്ണൻ വലഞ്ഞു. റിമിക്ക്. ഒടുവിൽ ധൈര്യം സംഭരിച്ചു കൊണ്ടവൻ ചോദിച്ചു തുടങ്ങി. കണ്ണു തുറന്നു. ഇനി പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ശാന്തമായി ജോൺ പറയുമ്പോൾ കണ്ണന് അത്ഭുതമാണ് തോന്നിയത്. പരിസരമോ സിറ്റുവേഷനോ നോക്കാതെ പൊട്ടിത്തെറിക്കുമെന്നും ദേഷ്യം സഹിക്കാൻ വയ്യാതെ തന്നെ ഉപദ്രവിക്കുമെന്നൊക്കെ മനസ്സിലുറപ്പിച്ച് നിൽക്കുന്നതിനിടയിലാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ അനുഭവം. അവൾ തിരിച്ചു വരും കിരൺ. ഈ ഡാഡിയെയും മമ്മിയെയും വിട്ടിട്ട് അത്ര പെട്ടെന്നൊന്നും എൻ്റെ കുഞ്ഞിന്. ജോൺ വിളറിയ ചിരിയോടെ കണ്ണനെ നോക്കി. അവൻ ജോണിനെ ചേർത്ത് പിടിച്ചു. അപ്പോഴും എന്താണ് അയാളോട് പറയേണ്ടതെന്ന് അവൻ അറിയില്ലായിരുന്നു. വീർപ്പ് മുട്ടുന്നത് പോലൊരു അസ്വസ്ഥത. തൻ്റെ തെറ്റല്ലെന്ന് ബോധ്യമായിട്ടും റിമിയുടെ ഈ അവസ്ഥയ്ക്ക് താൻ കൂടി കാരണമാണെന്ന ഹൃദയത്തിൻ്റെ കുറ്റപ്പെടുത്തലാണ് സഹിക്കാൻ വയ്യാത്തത്. ഞങ്ങളുടെ തെറ്റായിരുന്നു. തിരുത്തേണ്ടത് തിരുത്തി കൊടുക്കുന്നതാണ് ശരിക്കുമുള്ള സ്നേഹമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കുറ്റബോധത്തിൻ്റെ ശബ്ദം. ഐസിയുവിന് മുന്നിലെ കസേരയിൽ തളർന്നിരിക്കുമ്പോൾ ജോൺ കണ്ണനെ കൂടി കൈപിടിച്ചടുത്തിരുത്തി. എൻ്റെ മകൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി. ചോദിക്കുന്നതിന് മുന്നേ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് സ്നേഹമെന്ന് തെറ്റിദ്ധരിച്ചു. അതിനുള്ള ശിക്ഷയാണ് അനുഭവിച്ചേ മതിയാകൂ. ജോൺ നിർവികാരമായ കണ്ണോടെ ദൂരേക്ക് നോക്കി. എൻ്റെ മോൾക്ക് സംഭവിച്ചതിനൊക്കെ ഒരു പരിധിവരെയും ഞാനും അവളുടെ മമ്മിയും കൂടി ഉത്തരവാദികളാണ്. സ്നേഹം അവൾക്ക് മാത്രമുള്ളൂ എന്നറിഞ്ഞിട്ടും പിന്നെയും ആവശ്യമില്ലാത്ത സപ്പോർട്ട് കൊടുത്തതുകൊണ്ടാണ് അവൾക്ക് ഈ ഗതി. നാവിന് വിലങ്ങിട്ടതുപോലെ കണ്ണൻ അയാൾക്ക് മുന്നിൽ തളർന്നിരുന്നു. ഒരക്ഷരം പോലും അവൻ്റെ നാവിൻ തുമ്പിലേക്ക് എത്തി നോക്കിയില്ല. അവനയാളെ ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സ്വയം നീറിപ്പിടഞ്ഞുകൊണ്ട് ആ നോവ് നൽകിയ കരുത്തുകൊണ്ട് ജോൺ സ്വയം ആശ്വസിക്കാനും പഠിച്ചു കഴിഞ്ഞെന്ന് തോന്നി കണ്ണന്. അവൾക്കൊന്നും പറ്റിയിട്ടില്ല. കുറേ വേട്ടപ്പട്ടികൾ ആക്രമിച്ചു, അത്രമാത്രം. അതിനുള്ള മെഡിസിൻ എടുക്കുന്നതോടെ റിമി പൂർണ്ണമായും ഓക്കെ ആകുമെങ്കിൽ ഡോൺ വെറി. അവൾക്കരികിലേക്ക് വന്ന ഹരിയാണ് പറഞ്ഞത്. ജോൺ അവനെ നന്ദിയോടെ നോക്കി. ഐസിയുവിന് മുന്നിൽ നിർത്തിപ്പോകും മുന്നേ അവൻ പറഞ്ഞിട്ട് പോയ വാക്കുകളൊക്കെയും ഒരിക്കൽ കൂടി അയാൾക്ക് ഓർമ്മ വന്നു. തനിക്ക് പറ്റിയ പാളിച്ചകളെ പൂർണ്ണമായും മനസ്സിലാവുന്ന രീതിയിൽ ഹൃദയത്തിനാഴങ്ങളിലേക്ക് അലിഞ്ഞു ചേർന്ന അവൻ്റെ വാക്കുകളാണ് മാറി ചിന്തിക്കാൻ പ്രാപ്തനാക്കിയത്. ഇനി റിമിയുടെ ഡാഡിയായിരിക്കും നല്ലത് കണ്ടാൽ നല്ലതെന്നും തെറ്റിനെ അത് തെറ്റെന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന അവളുടെ ഡാഡി. അവളുടെ ഓർമ്മയിൽ അയാൾക്കുള്ള വീണ്ടും ആർദ്രമായി. കൈവിരലിൽ തൂങ്ങി നടക്കുന്ന ആ വാശിക്കാരി കുറുമ്പിയെ അയാൾ ഓർമ്മകൾ കൊണ്ട് താലോലിച്ചു. ഈ ലോകത്തിലെ എവിടെ കൊണ്ടുപോയിട്ടാണെങ്കിലും പഴയ റിമിയായി നമ്മൾ അവളെ തിരിച്ചു പിടിക്കും. അങ്കിളിനൊപ്പം ഞങ്ങളുമുണ്ട്. കണ്ണൻ ജോണിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് അയാൾ തലയാട്ടിയത്. ഒപ്പം നടക്കാൻ 1000 പേരുണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആവശ്യമുള്ളപ്പോൾ ഉപകരിക്കുന്ന ഒരാൾ മതി. ധൈര്യം പകർന്നു നൽകാനെന്നുകൂടി ജോൺ മനസ്സിലാക്കി. റിമിക്ക് അന്നൊരു ദിവസം കൂടി ഐസിയുവിൽ കിടക്കേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതിനു മുന്നിൽ തന്നെ ഇരുന്നു കൊള്ളാമെന്ന് ജോൺ പറഞ്ഞെങ്കിലും അയാളുടെ പേടി മനസ്സിലായതുപോലെ കണ്ണൻ അയാൾക്കൊപ്പം ചേർന്ന് നിന്നു. ഇനി ഒന്നോർത്തു ഭയം വേണ്ട അങ്കിൾ. റിമിയോട് ചെയ്തതിനുള്ളത് അവന്മാർക്ക് കിട്ടും. അതിനുള്ളതെല്ലാം ഞാനും ഹരിയും ചെയ്തുകൊള്ളാം. അങ്കിളിന് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് കുറച്ചു നേരം റെസ്റ്റ് എടുത്തേ മതിയാകും. ഇല്ലെങ്കിൽ മോൾ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഡാഡി കിടന്നു പോകും. കണ്ണൻ പറഞ്ഞത് കേട്ട് ജോൺ ചിരിച്ചു. ഇത്രയും വലിയൊരു ശിക്ഷ വേണ്ടായിരുന്നു. മിത്തു കൈകൾ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചു കസേരയിൽ തളർന്നിരുന്നു. കേട്ട വാർത്തയുടെ ഷോക്ക് അവനെ അത്രമാത്രം തകർത്ത് കളഞ്ഞിരുന്നു. അവനരികിൽ കണ്ണനും മിണ്ടാതെയിരുന്നു. നമ്മൾ അവളെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു അല്ലേടാ. അവള് നമ്മുടെ കൂട്ടുകാരിയല്ലായിരുന്നു. മിത്തു കണ്ണനെ നോക്കി. കണ്ണൻ നിസ്സഹായതയോടെ മുഖം കുനിച്ചു. തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ അത് കിട്ടിക്കോട്ടെ. പക്ഷേ ഇതിത്തിരി കൂടിപ്പോയില്ലേ കണ്ണ. മിത്തു വീണ്ടും മുഖം കുനിച്ചു. സീതാലക്ഷ്മിക്ക് വേണ്ടി കുരുക്ക് മുറുക്കി നടന്നിട്ടൊടുവിൽ അതിനറ്റത്ത് അവളെ തന്നെ കുരുക്കിയില്ലേ. കൂടെ നടന്ന ഒറ്റ ദിവസം അവൾക്കവരെ മനസ്സിലായില്ലല്ലോ. മിത്തുവിൻ്റെ ചോദ്യങ്ങൾക്കൊന്നും കണ്ണൻ്റെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ മൗനം കൂട്ടുപിടിച്ചു. ശ്രീനിലയത്തിലെ കാര്യം വളരെ കഷ്ടത്തിലാണ്. പേരും പ്രതാപവും മറന്നിട്ട് തമ്മിൽ പഴിചാരി പോരുകോഴികളെപ്പോലെ കുറേ മനുഷ്യർ. ശ്രീനിലയത്തിലെ സ്വത്തിൽ നിന്നും ഒരിത്തിരി മണ്ണ് പോലും മോഹിച്ചുകൊണ്ട് ഇവിടെ ആരും നിൽക്കേണ്ടതില്ല. ഇതെൻ്റെ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയതാണ്.
നിങ്ങളെപ്പോലുള്ള തെമ്മാടികൾക്ക് നശിപ്പിച്ച് കളയാൻ ഞാനത് വിട്ടുതരില്ല. എല്ലാം അറിഞ്ഞപ്പോൾ നാരായണി മുത്തശ്ശിയുടെ വാക്കുകൾ ഇടുത്തി പോലെയാണ് അവർക്ക് മേലെ പതിച്ചത്. സ്വന്തമെന്നോ ബന്ധമെന്നോ നോക്കാതെ വിളറി പിടിച്ച് ഓടി നടന്ന് സംരക്ഷണം കൊടുത്ത സ്വത്തുവകകളിലൊന്നും യാതൊരു അധികാരവുമില്ലാതാകുന്നു എന്ന ചിന്ത പോലും അവരുടെ മനോനില തെറ്റിക്കാൻ ധാരാളമായിരുന്നു. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ചെയ്തു കൂട്ടിയ അനീതിക്കെതിരെ കാലത്തിൻ്റെ മധുര പ്രതികാരം. വിറച്ച് വിറങ്ങിലിച്ച് നിന്ന് പോയി ശ്രീനിലയത്തിലെ പ്രമാണിമാരെന്ന് സ്വയം നടിച്ചവരും അവർക്ക് ഒത്താശ പിടിച്ചവരും. വെറുപ്പും ദേഷ്യവും മാറ്റിവെച്ച് മനുഷ്യരായി ചിന്തിച്ചു നോക്ക്. ചെയ്തു കൂട്ടിയതൊക്കെ മനസാക്ഷിയുടെ മുന്നിൽ കുറ്റബോധമില്ലാതെ തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അന്ന് വാ എല്ലാവരും. നിങ്ങൾക്ക് മാറ്റം വന്നെന്ന് എനിക്ക് ബോധ്യമായാൽ അന്ന് വീതിച്ചു നൽകും ഞാൻ. അതുവരെയും ഇതെൻ്റെ മാത്രമാണ്. നിങ്ങളുടെ മാറ്റം കാണുന്നതുവരെയും എൻ്റെ ജീവൻ പിടിച്ചു നിർത്താൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ ഞാനും. കാലതാമസം നിങ്ങളുടെയും എൻ്റെയും ആഗ്രഹം നടക്കാതിരിക്കാൻ കാരണമാകും, അത് മറക്കണ്ട. ലവലേശം കൂസലില്ലാത്ത മുത്തശ്ശിയുടെ സ്വരം ശ്രീനിലയത്തിലെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. പരസ്പരം ഒന്ന് നോക്കിയതല്ലാതെ അവരാരും യാതൊന്നും മിണ്ടിയില്ല. ആ വാക്കുകൾക്ക് അന്ന് വരെയുമില്ലാത്ത കനമുണ്ടായിരുന്നു അത് പറയുമ്പോൾ. മനോജിനെയും ജിതിനെയും ഓർത്തിട്ട് ഒരുങ്ങുന്ന മനസ്സുകളിലേക്ക് വീണ്ടും വീണ്ടും കനൽ നിറഞ്ഞു. കാർത്തികാണ് എല്ലാത്തിനും പിന്നിലെന്ന് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ സാവിത്രി പറഞ്ഞതും അവൻ കാരണമാണ് സ്വന്തം മക്കൾ കൂടി ഇതുപോലെ തെറ്റിലേക്ക് എത്തിപ്പെട്ടതെന്നും പറഞ്ഞ് പ്രതാപവർമ്മയും രവിവർമ്മയും കൂടി മൗനമായി അംഗീകരിച്ചതും രാജിയെ ചൊടിപ്പിച്ചു. അവരുമായി മുട്ടം വഴക്ക് കൂടി ആര്യയെയും വിളിച്ചുകൊണ്ട് രാജി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. ആകെ കൂടി മുറുമുറുക്കമുള്ള അന്തരീക്ഷം. ജിതിന് വേണ്ടി ഒരു ചെറുവിരൽ കൂടി അനക്കില്ലെന്ന് വാശിയിലാണ് സുധീഷ് വർമ്മ. അവർക്ക് വേണ്ടി ഓടി നടന്നത് മുഴുവനും പ്രതാപവർമ്മയും രവിവർമ്മയുമാണ്. ഒരു പഴുതുപോലുമില്ലാതെയാണ് അവരെ സബാൻ പൂട്ടിയതെന്ന് അവർക്ക് ബോധ്യമായി. ശ്രീനിലയത്തിലെ കുട്ടികളുടെ വികൃതികളെക്കുറിച്ച് നാട്ടിൽ പടരുന്ന പലവിധ വാർത്തകളും അവരെ കൂടുതൽ അപമാനിച്ചു. തലയുയർത്തി നടക്കാൻ കൂടി വയ്യാതെ അവരോരോരുത്തരും കൂടുതൽ ഉൾവലിഞ്ഞു പോയിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന പ്രതാപത്തെയാണോ അഹങ്കാരമായും ആഡംബരമായും കൊണ്ടു നടന്നതെന്ന് അവരോരോരുത്തരും സ്വയം ഓർത്ത് ലജ്ജിച്ചു. ചത്ത് മലച്ചതുപോലെ റിമിയുടെ കണ്ണുകൾ. ആരെയും നോക്കുന്നില്ല, ആരോടും ഒന്നും പറയാനുമില്ല. റൂമിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇമയൊന്നു വെട്ടാതെ മുകളിലേക്ക് മാത്രം നോക്കി കിടക്കുന്നവൾ അവർക്കുള്ളിലെ വേദന ഒന്നുകൂടി കൂട്ടി. ജോൺ അവളുടെ മൗനമൊന്നും കാര്യമാക്കാതെ വിശേഷങ്ങൾ പറയുന്നുണ്ട്. അയാളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ദയനീയ ഭാവം ഹരിയുടെയും കണ്ണൻ്റെയും മിത്തുവിൻ്റെയും ചങ്ക് പിടയിച്ചു. റിമിക്ക് യാതൊരു ഭാവമാറ്റവുമില്ല. അഹങ്കാരവും ധാർഷ്ട്യവും ചോർന്നു പോയിരിക്കുന്നു. പാതി മരവിച്ച ശവം പോലെ. ശരീരത്തിനേറ്റ മുറിവുകൾ വാടി തുടങ്ങിയെങ്കിലും മനസ്സിൽ അവളൊരു നോവിൻ്റെ ആഴിയിലാണ് മുങ്ങിക്കിടക്കുന്നതെന്ന് ആ കണ്ണുകളിൽ നോക്കിയാൽ അറിയാം. ജോണിന് അവളെ എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരിൽ കൊണ്ടുപോകാനായിരുന്നു താല്പര്യം. പക്ഷേ 2 ദിവസം കൂടി കഴിഞ്ഞ് റിമി ഒരു യാത്രയ്ക്ക് പറ്റിയ കണ്ടീഷനിൽ എത്തിച്ചേരുകയുള്ളൂ എന്ന ഡോക്ടറുടെ ഒറ്റ വാക്കിലാണ് അവിടെ നിൽക്കുന്നത്. റിമിയുടെ മമ്മയെ അപ്പോഴും കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. ജോൺ ഒരു ബിസിനസ് ടൂറിലാണെന്ന് മാത്രം പറഞ്ഞു. റിമിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന പരാതിയെ ജോൺ തന്നെ എന്തോ കാരണം പറഞ്ഞിട്ട് തടയിട്ട് നിർത്തിയിരിക്കുന്നു. കണ്ണനും മിത്തുവും മാറി മാറി വിളിച്ചിട്ടും റിമിയുടെ മിഴികളൊന്ന് പിടഞ്ഞതുകൂടിയില്ല. ആദ്യം നിറഞ്ഞ ജോണിൻ്റെ മുഖത്തേക്ക് അവർ മനഃപൂർവ്വം നോക്കിയില്ല.